നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടാക്സി സേവനങ്ങൾ നൽകുന്ന വ്യക്തിഗത സർവീസ് പ്രൊവൈഡർമാരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സൗദി അറേബ്യ. ഇത് സംബന്ധിച്ച പുതിയ നിയമത്തിന് ജനറൽ അതോറിറ്റി ഫോർ ട്രാൻസ്പോർട്ട് അംഗീകാരം നൽകി. ഇതിലൂടെ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് അതോറിറ്റി ചെയർമാൻ റുമൈഹ് അൽ റുമൈഖ് വ്യക്തമാക്കി. പാസ്പോർട്ട് അപേക്ഷകളിൽ ഫോട്ടോയ്ക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ദോഹയിലെ ഇന്ത്യൻ എംബസി. പാസ്പോർട്ട് സേവാ പോർട്ടൽ പുതുക്കലിന്റെ ഭാഗമായി പാസ്പോർട്ട് അപേക്ഷകരും പുതുക്കുന്നവരും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഗൾഫ് സഹകരണ കൗൺസിൽ റെയിൽവേ പദ്ധതി 2030 ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് ഗൾഫ് റെയിൽവേ അതോറിറ്റി ഡയറക്ടർ ജനറൽ മുഹമ്മദ് ബിൻ ഫഹദ് അൽ ഷബ്രാമി അബുദാബിയിൽ നടന്ന വേൾഡ് റെയിൽ 2025 എക്സിബിഷന്റെയും കോൺഗ്രസിന്റെയും 2ാം പതിപ്പിലാണ് ഡയറക്ടർ ജനറൽ ഇക്കാര്യം അറിയിച്ചത്. GCC അംഗരാജ്യങ്ങൾ ദീർഘകാലമായി കാത്തിരിക്കുന്നതാണ് ഗൾഫ് റെയിൽവേ പദ്ധതി. ഇത് 2030 ഡിസംബറോടെ പൂർത്തിയാക്കുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഗൾഫ് റെയിൽവേ അതോറിറ്റി വ്യക്തമാക്കി. സൗദിയിൽ മക്കയുടെയും മദീനയുടെയും കിഴക്കൻ ഭാഗങ്ങളിൽ ഇന്ന് പൊടിക്കാറ്റ് വീശുമെന്ന് സൗദി കാലാവസ്ഥാ കേന്ദ്രം. തുടർന്ന് ഹായിൽ, അൽ ജൌഫ് വടക്കൻ അതിർത്തികൾ എന്നിവിടങ്ങളിലേക്കും കാറ്റ് വ്യാപിച്ചേക്കും. കിഴക്കൻ മേഖലയിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം ജിസാൻ, അസീർ പ്രവിശ്യകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം സജീവമായ കാറ്റിനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.